കേരളത്തിലെ പൊതുവെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഭൂരിപക്ഷത്തെ ആർക്കും വേണ്ട എന്നുള്ളതാണ്. വേണ്ടെന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ന്യൂനപക്ഷങ്ങളെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് പാർട്ടിക്കാരാണെങ്കിലും ന്യൂനപക്ഷങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്താൻ എന്തൊക്കെ തന്ത്രങ്ങൾ മെനയാൻ കഴിയും അതൊക്കെ ചെയ്യും. പക്ഷേ ഈ ഭൂരിപക്ഷത്തിനാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളതെന്ന് അവർ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ ഈ ഭൂരിപക്ഷത്തിന്റെ മികവ് എത്രത്തോളമുണ്ട്? കേരളത്തിലെ ഭൂരിപക്ഷത്തിന്റെ മികവിന്റെ ഒരു ഉദാഹരണം അവര് വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ അവർ തീരുമാനിച്ചാൽ നടപ്പാക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഉദാഹരണം ഇപ്പൊ തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു. കേരളത്തിൽ നിലവിലെ 2011 കനേഷുമാരി പ്രകാരം 54.7% ഹിന്ദുക്കളാണ്. ഇപ്പൊ പലരും പറയുന്നു അത്ര ഇല്ല എന്ന് പറയുന്നു. പക്ഷെ എങ്കിൽ പോലും 50% ഉണ്ടെന്ന് വിചാരിക്കുക. 50% ഹിന്ദു വോട്ട് ബാങ്കായിട്ട് സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നു. പല മുന്നണികളുടെ വോട്ട് ബാങ്കായിട്ട്. അതിലൊരു സിംഹഭാഗവും CPM-ന്റെ കൂടെയാണ്. CPM-ന്റെ കൂടെ ആ വിഭാഗം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്നത് ഇവര് പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു വിശ്വാസ സംഹിതയിൽ നിന്ന് മാറി സഞ്ചരിക്കും. അതിനെ എതിർക്കുവാനുള്ള പാർട്ടിയുടെ ആ ഒരു ത്വരയോടൊപ്പമായിരിക്കും ഇവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ട് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പരിശ്രമം നടത്തുന്ന വോട്ടിന് വേണ്ടി ശ്രമിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ വോട്ട് സ്പ്രെഡായി പോകുന്നില്ല, അതൊരു വോട്ട് ബാങ്കായി കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കേന്ദ്രീകരിച്ച് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ സ്വാധീനിച്ചാൽ ഭരണത്തിലേക്ക് കയറാമെന്ന ഒരു വിശ്വാസമാണ് ഇത്ര നാളും കേരളത്തിൽ വെച്ചു പുലർത്തിയതും വിജയിച്ചു കൊണ്ടിരുന്നത്. അതിന്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ന്റെ ഔദ്യോഗികമായ പ്രസ്താവന വന്നു, നമ്മുടെ അടുത്ത് നിന്ന് ന്യൂനപക്ഷം അകന്നു പോയി എന്നുള്ളത്. ഭൂരിപക്ഷത്തെക്കുറിച്ച് ഒരു പരാമർശവും ഉണ്ടായില്ല. ശബരിമല വിഷയത്തിൽ പോലും ഭൂരിപക്ഷം എതിർത്ത് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഇവർ കമന്റ് പറയുന്നതിന് അന്ന് പോലും ന്യൂനപക്ഷത്തെ വേണ്ടത്ര രീതിയിൽ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയില്ലെന്നൊരു പ്രസ്താവന പറഞ്ഞ് ഹിന്ദുക്കളുടെ വോട്ടിന്റെ ശക്തിയെ അവർ തമസ്കരിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ ഒരേ ഒരു ജില്ല ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും ഹിന്ദു ജനസംഖ്യയാണ് ഭൂരിപക്ഷം. ആ ഭൂരിപക്ഷമുള്ള ജനസംഖ്യയിൽ വേറിട്ട് നിൽക്കുന്ന മലപ്പുറം മാത്രമാണ്. ഇങ്ങനെ ഈ ജനസംഖ്യയുള്ള പ്രദേശങ്ങൾ, ഹിന്ദു ജനസംഖ്യ കൂടുതലുള്ള പ്രദേശങ്ങളിൽ ഹിന്ദുക്കളെ ന്യൂനപക്ഷങ്ങളുടെ കൊടുക്കുന്ന പരിഗണന കൊടുക്കാതെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് സെക്യുലറിസത്തിന്റെ ഒരു വക്താക്കളായി മാറുന്നതാണ് ആധുനികമായ രാഷ്ട്രീയ വിശ്വാസം, അല്ലെങ്കിൽ അതാണ് മോഡേൺ എന്ന രീതിയിൽ എത്രയോ വർഷങ്ങളായിട്ട് ഇവരുടെ ചിന്താധാരകളെ ഇങ്ങനെ വക്രീകരിച്ചു കൊണ്ടു നടക്കുകയാണ്. എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് വലിയ രീതിയിലുള്ള ഹിന്ദു വോട്ടുകളുടെ ഒരു ധ്രുവീകരണമാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ BJP ജയിച്ച് അവരുടെ നഗരസഭയുടെ അധികാരത്തിലേക്ക് വരുമ്പോൾ BJP ഇപ്പോഴത്തെ ഒരു പുതിയ തന്ത്രം രൂപീകരിച്ചു. അതായത് തിരുവിതാംകൂർ രാജകുടുംബവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അത്. അതായത് കൗൺസിലർമാരെല്ലാം ഇലക്ഷന് മുൻപേ ചെന്ന് രാജകുടുംബത്തിൽ ചെന്ന് അനുഗ്രഹം വാങ്ങിക്കുക. അനുഗ്രഹം വാങ്ങിക്കുന്നതിന്റെ ഫോട്ടോസും വീഡിയോസും അവർ ഫേസ്ബുക്കിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്തു. അത് പോസ്റ്റ് ചെയ്തിട്ട് അവർ നിരീക്ഷിച്ചപ്പോഴാണ് കാണുന്നത് ഇതിനോട് ഹിന്ദുക്കൾ വളരെയേറെ ആത്മാർത്ഥമായിട്ടൊരു പ്രതികരണം നടത്തുന്നു. ഇലക്ഷന് മുൻപുള്ള സംഭവമാണ്. അത് നല്ല തുടക്കമാണ്, അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹിന്ദുക്കളുടെ മനസ്സിൽ നമ്മുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങളും അതേപോലെ തന്നെ ആ ഭരണകൂടത്തോടുള്ള, അതായത് രാജകുടുംബത്തോടുള്ള ആഭിമുഖ്യമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിൽ കമ്മ്യൂണിസം എന്നോ കോൺഗ്രസ് എന്നോ വ്യതിയാനമൊന്നുമില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ചിട്ടയായ പ്രവർത്തനം നടത്തി. എങ്ങനെയാ? അതായത് ഹിന്ദുക്കളുടെ വീടുകളും ആ ഏരിയയും കേന്ദ്രീകരിച്ച് ഒരു തരത്തിലുള്ള വർഗീയത പറയാതെ തന്നെ നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്, അഴിമതിയില്ലാത്തൊരു നല്ല ഭരണം ഞങ്ങൾ വാഗ്ദാനം ചെയ്യാം, നിങ്ങൾ ഇത്ര നാളും മറ്റുള്ള ആൾക്കാർ പ്രോത്സാഹിപ്പിച്ചില്ലേ, വോട്ട് ചെയ്തില്ലേ, എന്നിട്ടും തിരുവനന്തപുരത്തിന്റെ അവസ്ഥയ്ക്ക് വല്ല മാറ്റമുണ്ടോ? ഇതൊക്കെയായിരുന്നു അവർ ചോദിച്ചത്. പക്ഷെ ഈ ചോദിക്കുന്നതിൽ ഇതിനോടൊപ്പം കുറച്ച് ലഘുലേഖകൾ വിതരണം ചെയ്ത് ആ ലഘുലേഖകളിൽ അവർ രാഷ്ട്രീയ പാർട്ടികളുടെ ഈ പ്രീണനത്തെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ ഇതിൽ കൊടുത്തിരുന്നു. അതായത് എന്തുകൊണ്ട് ന്യൂനപക്ഷത്തിന് ഇത്രയും സ്കോളർഷിപ്പ് കിട്ടുന്നു, അവർക്ക് എന്തുകൊണ്ട് നിയമനങ്ങളിൽ സംവരണം കൂടുതൽ കിട്ടുന്നു, നിങ്ങളുടെ അവസ്ഥയും അവരുടെ അവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്തിട്ടുണ്ടോ തുടങ്ങി കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ അടുത്ത് ഒരുപക്ഷെ പരാതിപ്പെടാൻ സാഹചര്യമുള്ള രീതിയിലല്ല ചെയ്തത്. BJPയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം അതിലില്ലായിരുന്നു. അതിന്റെ പിന്നിൽ ഹിന്ദു പോഷക സംഘടനകളുടെ നോട്ടീസുകളായിരുന്നു പോയത്. അതൊരു നല്ല
തന്ത്രപരമായ നീക്കമാണ്. കാരണം ഹിന്ദു പോഷക സംഘടനകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷനിൽ ചോദ്യം ചെയ്ത് മതം ഉപയോഗിച്ചെന്ന് പറയാനായിട്ട് പറ്റുകയില്ലല്ലോ. ഈ രീതിയിൽ ചെയ്ത് അങ്ങനെ ചെയ്ത എല്ലായിടത്തും, കേരളത്തിൽ പല സ്ഥലത്ത് ഇവരിത് ചെയ്തു, അങ്ങനെ ചെയ്ത എല്ലായിടത്തും വളരെ മികച്ച രീതിയിലുള്ള ഹിന്ദു ഒരു കോർഡിനേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഹിന്ദു വോട്ട് ബാങ്ക് രൂപീകരിക്കുന്നതിന്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഹിന്ദു വോട്ട് ബാങ്കിനെ ശക്തിപ്പെടുത്തുന്നതിന് കാരണമായിരിക്കുമെന്നാണ് ഈ BJPയുടെ തന്നെ കോർ കമ്മിറ്റിയുടെ നിഗമനത്തിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ VD സതീശൻ പറഞ്ഞ എന്താണ്, ന്യൂനപക്ഷങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട്, ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടിക്കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് എന്നുള്ളത്. സാർ പറഞ്ഞതുപോലെ ശരിയാണ്. വലിയൊരു വിഭാഗം ഭൂരിപക്ഷത്തെ ഇവർ പലപ്പോഴും മറക്കുന്നു. ഈ SNDPയുടെ ഒക്കെ പരമ്പരാഗത വോട്ടുണ്ട്, അതൊക്കെ എപ്പോഴും CPM-ലേക്ക് തന്നെ പോകും എന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല എന്നവര് ഇപ്പൊ ഈ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി ഒരുപക്ഷെ CPM മനസ്സിലാക്കിയിട്ടുണ്ടാകും. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ. ശരിയാണ് ഈ പറഞ്ഞത്, ഹിന്ദുക്കൾക്കിടയിൽ ചില സ്ഥിരമായി കേന്ദ്രീകരിച്ചൊരു വോട്ടിംഗ് സിസ്റ്റം അവർക്കില്ല. അതായത് ഇപ്പൊ പരമ്പരാഗതമായി അവർ കോൺഗ്രസ് ആണെങ്കിൽ ഇനി ഏത് നമ്മളെയൊക്കെ നാട്ടില് തമാശക്ക് പറയും, കോൺഗ്രസിൽ നിൽക്കുന്ന ഏത് ചൂലാണെങ്കിലും കൈ കണ്ടാ മതി കൊണ്ട് ഇത്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് താമരയായാലും അങ്ങനെ തന്നെ. എത്രയൊക്കെ നമ്മൾ ഇനി ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അല്ല, അത് അങ്ങനെ ചെയ്യൂ എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ ഇപ്പോ ആളുകൾ കുറെ മാറിയിട്ടുണ്ട്. ഇവരിരുന്നിട്ട് വലിയ പ്രയോജനമില്ല, നമ്മളെ വോട്ട് എന്തിനാ നമ്മൾ കൊണ്ടുവന്ന് പാഴാക്കി കളയുന്നത് എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ വന്നു തുടങ്ങി. അത് ഭൂരിപക്ഷത്തിലാണ് കൂടുതൽ വരുന്നതെന്നുള്ളത് ഈ പാർട്ടികൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങള് എപ്പോഴും ഇപ്പോ അതും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തൃശ്ശൂര് സുരേഷ് ഗോപി നിന്നപ്പോ സുരേഷ് ഗോപി ജയിച്ചതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത് ന്യൂനപക്ഷങ്ങളാണ്. അപ്പൊ അവര് മാറി ചിന്തിച്ച് തുടങ്ങാം എന്നുള്ളത് ഈ പാർട്ടികൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഹിന്ദുക്കൾക്ക് ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷനെ ഒക്കെ സ്തംഭിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഈ പാർട്ടിക്കാരും മറന്നു പോകാതിരിക്കുക എന്നുള്ളതാണല്ലേ? അതെ, അതായത് വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാര്, ഈ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ ബഹുഭൂരിപക്ഷം ഒരു സർവേയിൽ കാണുന്നത് അവര് മോദിയോടൊപ്പമാണെന്നുള്ളതാണ്. മോദിയോടൊപ്പമാണ് നിൽക്കുന്നെങ്കിൽ അതിന്റെ കേരളത്തിലെ സാധ്യത BJP-യാണ്. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ലോക പരിചയമുള്ള ആൾക്കാരെല്ലാം ഇന്ന് BJP-യിലേക്ക് വരുമ്പോൾ BJP-ക്ക് അത് വോട്ടാക്കി മാറ്റുന്നതിന് ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇതിനു മുൻപ് വരെ. അതായത് ഒരു സ്ഥാനാർത്ഥി, 3 ത്രികോണ മത്സരമാണ് BJP, കോൺഗ്രസ്, CPM. അപ്പോൾ അതില് ഒരു സ്ഥാനാർത്ഥിയോട് ഇവർക്ക് ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയോട് ഒരു വിപ്രതിപത്തി ഉണ്ടാകും. ഓൾറെഡി അയാൾ BJP ആണെന്ന് തന്നെ വിചാരിക്കുക, BJP വോട്ടറാണ്. പക്ഷെ ഇതിൽ കോൺഗ്രസിനോട് CPM-നോട് ഒരു വിപ്രതിപത്തി ഉണ്ടെങ്കിൽ ആ താല്പര്യമില്ലാത്തയാൾ ജയിക്കാതിരിക്കാൻ വേണ്ടി BJP ഏതായാലും ജയിക്കുകയില്ല, അപ്പോ ഈ ആൾക്ക് വോട്ട് ചെയ്യാന്നൊരു ചിന്താഗതി വരും. ഈ ചിന്താഗതി മാറണമെങ്കിൽ BJP ജയിക്കുന്ന പാർട്ടിയാണെന്നുള്ളൊരു ധാരണയിലേക്ക് വരണം. BJP അത് കാണിച്ചു കൊടുക്കണം. അതിപ്പോ തിരുവനന്തപുരത്ത് വോട്ടേഴ്സിന് ബോധ്യമായിട്ടുണ്ട് BJP ജയിക്കുന്ന പാർട്ടിയാണ്, നമ്മളൊക്കെ ഒരുമിച്ച് നിന്നാൽ BJP ജയിപ്പിക്കാമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വച്ച് BJP മുന്നോട്ട് പോയാൽ BJPക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകകളുണ്ട്. അതായത് അതിന് 2-3 ഘടകങ്ങളുണ്ട്. ഇപ്പോ BJP മുന്നിൽ കാണുന്നത് ആലപ്പുഴ ജില്ല, തിരുവനന്തപുരം, പാലക്കാട്, കൊല്ലം എന്നിവയാണ് ഏറ്റവും പ്രധാനമായിട്ട്. ആലപ്പുഴയിൽ 68%-ലേറെയും, തിരുവനന്തപുരത്ത് 66%-ലേറെയും, പാലക്കാട് 66.76, കൊല്ലം 64.42. ഇതാണ് ഹിന്ദു പോപ്പുലേഷന്റെ ലാസ്റ്റ് കന്യാകുമാരിയിലുള്ളത്. പിന്നെ ആ ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. പിന്നെ ചില പ്രദേശങ്ങളിൽ ഹിന്ദു പോക്കറ്റുകളുണ്ട്. ഇപ്പൊ കോട്ടയത്താണെങ്കിൽ ചില മണ്ഡലങ്ങൾ ഹിന്ദു മെജോറിറ്റി ഉള്ളതുകൊണ്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇതിന് BJPക്ക് അനുകൂലമായ വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ ചർച്ചകളാണ്. ചാനൽ ചർച്ചകൾ കാണുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ചാനൽ ചർച്ചകൾ കാണുമല്ലോ. ഈ BJPയുടെ പ്രതിനിധികളായിട്ട് ചെല്ലുന്ന, ഞാൻ അവിടെ പേര് പറയാം, ഒന്ന് സന്ദീപ് വചസ്പതി, അതേപോലെ തന്നെ ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, യുവരാജ് ഗോകുൽ, ശിവശങ്കരൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് ശിവൻ, ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ. പിന്നെ അതോടൊപ്പം തന്നെ BJPയുടെ ഭാഗമല്ലെങ്കിൽ പോലും ശ്രീജിത്ത് പണിക്കർ, ഇവരുടെയൊക്കെ മുന്നിൽ പെടുന്ന LDF-ഉം UDF-ഉം ശക്രശ്വാസം വലിച്ച് കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ എങ്ങനെയെങ്കിലും ഈ ചാനൽ ചർച്ച കഴിഞ്ഞ് ഒന്ന് പുറത്തു പോയാൽ മതി, വെള്ളത്തിൽ പോയാൽ മതി എന്ന് പറയുന്ന രീതിയിൽ ഇരുന്ന് പിടക്കുന്നത് കാണുന്നുണ്ട്. കാരണം വസ്തുതകൾ വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇതാരാ കാണുന്നത്? ഈ നാട്ടിലെ ബഹുജനങ്ങളായ ബഹുഭൂരിപക്ഷമായ ആൾക്കാർ ഇത് കാണുന്നുണ്ട്. അവരുടെ മനസ്സിലേക്ക് പുതിയ ചിന്തകളും ധാരണകളും ഉരുത്തിരിഞ്ഞു വരുന്നതിന് നേരത്തെ പാർട്ടി ക്ലാസുകൾ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പൊ അതിൽ നിന്ന് മാറി ചാനൽ ഫ്ലോറുകളോ അത്തരത്തിൽ ജനങ്ങളെ മാറ്റി ചിന്തിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക,
ഏറ്റവും വലിയ ഭൂരിപക്ഷത്തെ നിങ്ങൾ മാറ്റി നിർത്തുമ്പോൾ തിരിച്ചടി കിട്ടാൻ പോകുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടറിയാം.